ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിയിട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുണ്ടാട്ടോ. അത് ഇന്നലെയാണ് ആ കൂട്ടാൻ വെച്ചത്. ചിക്കൻ ചിന്താമണി അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ചിന്താമണിയാണ്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ ചെറിയ പീസാക്കിയത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ അധികം നാടൻ ചിക്കനാണ് ഏറ്റവും നല്ലത്. നാടൻ ചിക്കൻ അല്ലാത്തതുകൊണ്ടാണ് ബ്രോയിലർ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു 1.5 കിലോ ചിക്കനുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയല്ല ചേർക്കണത്, നല്ലെണ്ണ, നമ്മൾ അച്ചാറിനൊക്കെ ഇടുന്ന എണ്ണ ഉണ്ടല്ലോ അതാണ് ചേർക്കണത്. അപ്പോൾ ഞാനത് എണ്ണ ഒരു 3 ടീസ്പൂണോളം എണ്ണ എടുത്ത് പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ മറ്റേ ഉണക്കമുളകാണ്. അത് 25 ഉണക്കമുളക് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് വലുതായിട്ട് അങ്ങനെ തന്നെ ഇടണമെന്ന് വെച്ചാൽ അങ്ങനെ ഇടാം. പിന്നെ ഉള്ളത് മല്ലിയിലയാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 വെളുത്തുള്ളി എടുത്ത് ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 100-150 ഗ്രാം ചെറിയ ഉള്ളി. ഇത്രയ്ക്കായിട്ടാണ് ഈ ചിക്കൻ ചിന്താമണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. കറി റെഡിയാക്കാനായിട്ട് ചിക്കൻ റെഡിയാക്കാൻ നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, എണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് കേട്ടോ. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ഇതേപോലെ തന്നെ ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ പേസ്റ്റ് രൂപത്തിൽ ആക്കണമെങ്കിൽ ആക്കാട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിക്ക് കടിക്കാനായിട്ട് ഇവിടെ മോനെണ്ണും ഭയങ്കര ഇഷ്ടം അതൊക്കെ കടിക്കാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചി കുരുകുരുങ്ങനെ അരിഞ്ഞേക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ആളില്ലാക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിയുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-25 ഉണക്കമുളകുകളുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ ഒരു ഏകദേശം നല്ല എരിവുണ്ടാവണം. ഒരു 1.5 കിലോ ചിക്കന് 25 ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായി കരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയൊന്ന് നിറമൊന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇതിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചുവന്നുള്ളിയും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി വാട്ടണം. അപ്പോൾ ഈ ചുവന്നുള്ളിയും മുളകും എല്ലാതും ഒരുമിച്ച് കിടന്നതിൽ നല്ല പോലെ വാടി വരട്ടെ കേട്ടോ. ഇതിൽ നമുക്ക് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തേക്കുന്നത്. പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതേ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അത് എണ്ണ മൂപ്പിക്കുമ്പോൾ വലിയ പെരുംജീരകം ഉണ്ടെങ്കിൽ അതിലിട്ട് പൊട്ടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടി ഇതിനൊപ്പം ചേർത്ത് കിട്ടാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ നന്നായി ഇതിലേക്ക് കൂട്ടി ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടികളൊക്കെ അല്ലാതായിട്ട് നമ്മൾ ചിക്കൻ നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ചും കൂടി ഒന്ന് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പില എത്ര ഇട്ട് കൊടുക്കണോ അത്രയും നല്ലതാണ്. ഒരു പ്രത്യേക ഒരു മണം കൂടി കിട്ടും. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, ചെറിയ തീയിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ചിക്കൻ എന്തായി നോക്കാം കേട്ടോ. അവിടെ നന്നായി ആവിക്ക് വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കന് നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. അവിടെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ.
കറിയിൽ ഉള്ളി വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറിയിൽ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി വയ്ക്കാം കേട്ടോ. ചാറുതെ കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മൂടില്ല, കുറച്ച് കുഴമ്പ് പരുവത്തിലാണ് നമ്മൾ ചിന്താമണി ചിക്കൻ എടുക്കാൻ പോകുന്നത്. ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്ത് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ, അല്ലാത്തവർ ചേർക്കുന്നൊന്നും കുഴപ്പമില്ല. അപ്പം ഞാനൊരു ഫ്ലേവറിൻ്റെ മണം, അതായത് മറ്റേ കുരുമുളക് പൊടി ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഒരു കുരുമുളക് പൊടിയും കൂടി നമുക്കാകുമ്പോൾ ചിക്കൻ്റെ ഒക്കെ നല്ലൊരു മണം കിട്ടും. അപ്പോൾ നമ്മുടെ ചിന്താമണി ചിക്കൻ ഇങ്ങനെ റെഡി ആയി തുടങ്ങിയിട്ടാണ്. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് കാണിച്ചു തരാം. അപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ ആവി കാരണം നമുക്കത് കറക്റ്റ് കാണാൻ പറ്റില്ല. അതെ, തീ കുറച്ചൊക്കെ ഇതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുഴമ്പ് പരിപാടിയിട്ട് നമുക്ക് സ്റ്റവൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാറൊക്കെ കുഴമ്പ് പരിവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇത് നേരത്തെ കാണിച്ച നമ്മുടെ മല്ലിയിലും കൂടി നമുക്ക് വെതറി കൊടുക്കാം കേട്ടോ ചിക്കനിലേക്ക്. മല്ലിയില പറഞ്ഞ പോലെ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടാകുന്നില്ല, ഇപ്പോഴാണ് അത് നല്ല ഇഷ്ടമായത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ അതിൻ്റെ മണമൊക്കെ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഇട്ട് കൊടുക്കണ്ടേ. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീയൊക്കെ ഓഫാക്കാം കേട്ടോ. 2 മിനിറ്റായി, നമുക്കിത് സ്റ്റവൊക്കെ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിന്താമണി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ.